അള്ളാഹുവിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ എത്ര സൂക്തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതിൽ സഗുണനായ ഒരു ഹൈന്ദവ ഫിലോസഫിയുടെ ഭാഷയാണത്. എന്നുവെച്ചാൽ സിഫത്തുകളുള്ള, കാണുന്ന, കേൾക്കുന്ന, എല്ലാം അറിയുന്ന, സർവശക്തനായ, മുരീദായ, റാസിഖായ, നമുക്ക് ജീവിതം നൽകിയ, ഹയ്യായ, ഖയ്യൂമായ, ഖാദിറായ അള്ളാഹുവിനെയല്ലേ മതം പഠിപ്പിക്കുന്നത്. ഖുർആനിൽ എത്ര വചനങ്ങളിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇഖ്ലാസ് പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഖുർആനിൽ അധ്യായമില്ലേ? ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക റസൂലേ, അള്ളാഹു ഏകനാകുന്നു. എല്ലാവരുടെയും ഉള്ളിലാ ദൈവം എന്ന് പറഞ്ഞാൽ എത്ര മനുഷ്യരുണ്ട് അത്രക്ക് ദൈവം വന്നില്ലേ? പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക റസൂലേ, അള്ളാഹു ഏകനാകുന്നു. അവൻ സ്വമദാകുന്നു, ഒരാളെയും ആശ്രയിക്കാത്തവനാകുന്നു. അവൻ ജാതനല്ല, അവൻ പ്രസവിച്ചിട്ടില്ല, അവൻ പ്രസവിക്കപ്പെട്ടിട്ടില്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി ഒന്നുമേയില്ല. ഇത് അങ്ങനെ തന്നെ വിശദീകരിക്കുന്നുണ്ട് സൂറത്ത് ശൂറയുടെ 11-ാമത്തെ വചനത്തിൽ. ലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമേയില്ല. ഈ ഇലാഹിനെയാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. ഈ ഇലാഹിനെയാണ് ആദം നബി മുതൽ ഹബീബായ റസൂൽ തങ്ങൾ വരെയുള്ള 1,00,000 ചില്വാനം പ്രവാചകന്മാർ ലോകത്തോട് പ്രബോധനം ചെയ്തത്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാനും എൻ്റെ പൂർവികരാകുന്ന പ്രവാചക സഹോദരന്മാരും പ്രചരിപ്പിച്ചതിൽ ഏറ്റവും ശ്രേഷ്ഠ വചനം ഈ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്നാണ്. അതാണ് യേശു പറഞ്ഞത്. മർക്കസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യം. ഇസ്രായേലെ കേൾക്കുക, ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർത്താവ്, ഏക കർത്താവ്, അവനെ മാത്രമേ ആരാധിക്കാവൂ. ഇതേ വചനം ബൈബിളിൽ എത്ര ആവർത്തിച്ച് വരുന്നുണ്ട്. ഇത് എത്ര ബൈബിൾ വചനങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യേശുവിനെ പരീക്ഷിക്കാൻ വേണ്ടി 40 ദിവസം മലയുടെ മുകളിലേക്ക് കൊണ്ടുപോയി സാത്താൻ. അവസാനം കല്ലെടുത്തിട്ട് അപ്പാക്കാൻ പറയുന്നുണ്ട്, ചാടാൻ പറയുന്നുണ്ട്, പല അത്ഭുതങ്ങളും കാണിക്കാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് വെച്ച് യേശു ക്രിസ്തു പറയുന്ന വാക്യം, സാത്താനെ പോകൂ, നമ്മുടെ ദൈവം ഏകദൈവം, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വിശുദ്ധ ലിഖിതത്തിലുണ്ടല്ലോ എന്നാണ് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എല്ലാ പ്രവാചകന്മാരും ഇതാണ് പഠിപ്പിച്ചത്. ഹൈന്ദവ ആദർശ ഗ്രന്ഥങ്ങളിൽ നമുക്ക് അതാണ് കാണാൻ പറ്റുന്നത്. ഏകനാകുന്ന ദൈവത്തെക്കുറിച്ച്, കണ്ണിന് കാഴ്ച നൽകുന്നവൻ, അവനാണ് ദൈവം. കേനോപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. ചെവിക്ക് കേൾവി നൽകുന്നവൻ, കേൾക്കാൻ പറ്റാത്തവൻ, ദൈവത്തെ കേൾക്കാൻ പറ്റില്ല, പക്ഷെ അവൻ ചെവിക്ക് കേൾവി നൽകുന്നു. ഇതേ ഉപനിഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ തന്നെ 7-ാമത്തെ വാക്യം. എച്ചുചാന പക്ഷതി ഏന ചംക്ഷി പക്ഷതി തഥൈവ ബ്രഹ്മത്തം വിദ്ധി ഏതം വ്യതിതം ഉപാസതേ. കേൾക്കാൻ പറ്റൂല അള്ളാഹുവിനെ, അള്ളാഹുവിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റില്ല. അള്ളാഹുവിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേൾക്കും, അതേ കുറിച്ചല്ല. എന്നാൽ കേൾവി നൽകുന്നവൻ അവനാണ്. കാഴ്ചയല്ല, കാഴ്ച നമുക്ക് നൽകുന്നത് റബ്ബാണ്. പക്ഷെ അള്ളാഹുവിനെ നമുക്ക് കാണാൻ കഴിയില്ല. കണ്ടുകൊണ്ട് നിങ്ങൾ ദൈവമെന്ന് വിചാരിച്ച് ആരാധിക്കുന്നത് ഏതൊന്നും ദൈവമല്ലെന്ന് അറിഞ്ഞു മനസ്സിലാക്കിക്കൊള്ളൂ എന്നാണ് കേനോപനിഷത്തിൽ പറയണത്. എന്നിട്ട് പറയാ, എല്ലാവരുടെയും ഉള്ളിലുള്ള ദൈവത്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്. ഇതല്ല തസവുഫ് എന്ന് പൂർവിക പണ്ഡിതന്മാർ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്.